പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് A3 പ്രിന്ററായ എപ്സന്റെ M15140 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അതിൽ എപ്സൺ M15140 സ്കാനർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് epson.co.in എന്ന വെബ്സൈറ്റ് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഒരു സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ താഴെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ വിൻഡോസ് ഏത് വെർഷനാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കിൽ നിങ്ങൾക്ക് ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അവിടെ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് താഴോട്ട് പോയതിന് ശേഷം ഇവിടെ താഴെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ടും പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ കാണുന്ന പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സ്കാനർ ഡ്രൈവറാണ്. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഈ അക്സെപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എക്സ്ട്രാക്റ്റിങ് നടന്നിട്ട് അത് ഓപ്പണായി വരും. ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളിങ് നടക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾറെഡി നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് ശേഷം മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ആൾറെഡി USB കേബിളും കണക്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ മെത്തേഡാണോ ഏതാണോ അത് നമ്മൾ കണക്റ്റ് ചെയ്തിരിക്കണം. അതെല്ലാം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ചോദിക്കുന്നത്. ഇത് ജസ്റ്റ് സ്കാനർ ഡ്രൈവർ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എപ്സൺ സ്കാൻ 2 എന്ന ആപ്ലിക്കേഷന് ഏകദേശം ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് താഴെ കാണുന്ന ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് സാമ്പിളിന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ എപ്സൻ്റെ ഫോൾഡർ ഉണ്ടാവും. അതിലുണ്ടാവും നമ്മളെ എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. അത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അതേസമയം പ്രിൻ്ററിൻ്റെ സ്കാനറിൽ ഞാനൊരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ചോദിക്കും. അത് ജസ്റ്റ് സെലക്ട് കൊടുക്കുക. അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ ഈ താഴെ കാണുന്ന സ്കാൻ അല്ലെങ്കിൽ പ്രിവ്യൂ എന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അത് നമ്മളെ സ്കാനർ ഡോക്യുമെൻറ്റിൽ ഒരു ഡോക്യുമെൻറ്റ് വെക്കട്ടെ. എന്നിട്ട് താഴെ കാണുന്ന പ്രിവ്യൂ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ പ്രിവ്യൂ കൊടുക്കുന്നതോടുകൂടി നമ്മൾ വെച്ച ഡോക്യുമെൻറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ? ഇനി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന താഴെ കാണുന്ന സേവ് എന്നുള്ളത് കൊടുക്കുക. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റി ഞാൻ ഓട്ടോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ഉണ്ടാവും. കണ്ടില്ലേ? ഓക്കെ. എന്നിട്ട് ഞാൻ ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഡോക്യുമെൻറ്റ് സേവ് ആവുന്നതാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ട് സേവ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. കണ്ടില്ലേ? നമ്മൾ സ്കാൻ വെച്ച ഡോക്യുമെൻ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം പ്രിൻ്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.